എല്ലാവർക്കും നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നാട്ടിൻപുറം ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് വളരെ വിശേഷപ്പെട്ട കാഴ്ചകളുമായാണ്. ഇന്ന് കലാമണ്ഡലത്തിലെ മിഴാവിൻ്റെ സീനിയർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ പാണിവാദരത്നം ഈശ്വരനുണ്ണി ആശാൻ്റെ സന്നിധിയിലാണ് നമ്മളിന്ന് എന്ന് വേണം പറയാം. കാരണം അദ്ദേഹം മിഴാവ്, ചാക്യാർകൂത്ത്, അതുപോലെ പല പല ഇത്തരം കലകളിലും ക്ഷേത്രകലകളിലുമെല്ലാം വളരെ നിപുണനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് ഇന്നത്തെ ഈ നാട്ടിൻപുറം. നമുക്ക് അദ്ദേഹത്തെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി, ആദരവോടുകൂടി, ബഹുമാനത്തോടു കൂടി ഈശ്വരനുണ്ണി ആശാനെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈശ്വരനുണ്ണി ആശാൻ അങ്ങനെ പല പല മേഖലകളിലാണ് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈശ്വരനുണ്ണി ആശാൻ പുസ്തകങ്ങളും എഴുതുമെന്ന് ഇപ്പോൾ അടുത്തിടെയൊക്കെയാണ് ഞങ്ങളൊക്കെ അറിഞ്ഞു വരുന്നത്, നാട്ടിലുള്ളവരൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ എന്താണ് പുസ്തകത്തിൽ നിന്ന് തുടങ്ങാം? നമുക്ക് എന്ത് പുസ്തകമാണ് എഴുതി? മിഴാവലി വേണ്ടിയുള്ള പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട് വിരചിക്കേണ്ടായി. അതിൽ മിഴാവിൻ്റെ 1ാം വർഷം മുതൽക്ക്, അതായത് 8ാം ക്ലാസ്സിലത്തെ പ്രവേശനം കലാമണ്ഡലത്തിൽ വരുമ്പോൾ ആ കുട്ടിയെ മുതൽക്കൊണ്ട് ഡിഗ്രി, MA തരം വരെയുള്ള കുട്ടികൾക്ക് സാമാന്യ അവബോധനത്തിന് വേണ്ടിയിട്ട് സംസ്കൃതം, സിദ്ധരൂപം, ബാലപ്രബോധനം, അതുപോലെ തന്നെ അമരകോശം, ശ്രീരാമവൃന്ദം തുടങ്ങിയിട്ടുള്ളത് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, മിഴാവിൻ്റെ വായ്ത്താരികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, രാമായണം സംക്ഷേപം പറഞ്ഞ ആദ്യം മുതൽക്ക് അവസാനം വരെയുള്ള രാമായണത്തിൽ ഒരു ചുരുക്കം, അത് മുദ്രകളും അതുപോലെ തന്നെ കൂടിയാട്ടത്തിനും നങ്ങ്യാറുകൂത്തിനും മറ്റുള്ള പാഠവും കൂത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള രാമായണം കഥ പറയുമ്പോൾ ആവശ്യമായി വരുന്ന രാമായണം സംക്ഷേപം പറഞ്ഞ വിഷയം. അതിന് പുറമെ രാമായണം പ്രബന്ധം, ചാക്യാർകൂത്തിനും പാഠത്തിനും ഉപയോഗിക്കുന്ന രാമായണം പ്രബന്ധത്തിലെ അസ്ഥിപ്രശസ്ത എന്നുള്ള ആദ്യത്തെ ശ്ലോകം മുതൽക്ക് വാമനാശ്രമത്തിലേക്ക് ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അനുജനായിട്ട് ലക്ഷ്മണനോടുകൂടി പോകുന്ന വരെയുള്ള ഭാഗം വരെയൊക്കെ രാമായണത്തിലെയും, പിന്നെ പാഞ്ചാലി സ്വയംവരം നിവസൽസു എന്നുള്ള ആ ശ്ലോകം മുതൽക്ക് മാലയാകലിത മൂത പരിഭ്രാന്താളി മാലയ എന്നുള്ള ശ്ലോകം പാഞ്ചാലി സ്വയംവരത്തിൻ്റെ പൂർവ്വഭാഗം, ഉത്തരഭാഗം 2 ഭാഗമുണ്ട്, പൂർവ്വഭാഗം മുഴുവനും. അതുപോലെ തന്നെ കൗന്ദയാഷ്ടകം, അക്ഷയപാത്രം, പാത്രതിരുന്നുള്ള പേരിലാണ് ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ളതാണ് ആ ഒരു പ്രബന്ധവും. പിന്നെ ത്രിപുരദഹനം എന്നുള്ള 8 ശ്ലോകത്തിൽ 8ലധികമുണ്ട്. ആ ശ്ലോകം കൂടിയിട്ടുള്ള ആ ത്രിപുരദഹനം കഥയും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് ഈ മിഴാവലി ആദ്യമായിട്ട് വിരചിക്കുന്നത്. അതിനെന്താ കാരണം വെച്ചാൽ, ഈ പാഠവും കൂത്തും കൂടിയാട്ടവും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിഷയമായതുകൊണ്ട് സാമാന്യം സംസ്കൃത പ്രേമികൾക്കും കൂടി സംസ്കൃതം മലയാള ലിപിയിൽ എഴുതുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി തീർക്കാനുള്ള സംരംഭം ഉണ്ടാവട്ടെ വെച്ചിട്ട് ഡോക്ടർ പൗലോസ് സാറ് ഇവിടെ വൈസ് ചാൻസലർ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധവും ഉത്സാഹവും കൂടിയാണ് ഇതിനെ പ്രേരിപ്പിക്കാൻ കാരണമായി. പണ്ട് എഴുതി വെച്ചിരുന്നതാണ്, അത് കുറച്ചും കൂടി വിപുലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് കലാമണ്ഡലത്തിൽ പ്രകാശനം ചെയ്യാൻ പ്രസാദ് സാറാണ്, 2ാമത്തെ വൈസ് ചാൻസലർ പ്രസാദ് സാറാണ് പ്രകാശനം ചെയ്യേണ്ടത്. അതിനുശേഷം ഇപ്പോൾ മേൽപ്പത്തൂരിൻ്റെ പ്രബന്ധങ്ങൾ എന്നുള്ള രൂപത്തിൽ അതിൻ്റെ വിഭക്തി, അന്യാർത്ഥം, പരിഭാഷാക്രമത്തിൽ പഴയ രൂപത്തിൽ ബോംബെയിലും കൽക്കട്ടയിലുള്ള സഹോദരങ്ങളുണ്ട്, അധികം വിഷ്ണുഭക്തന്മാരൊക്കെയാണ്. അതിൽ പുരുഷോത്തമൻ സാറെന്നും പിന്നെ രവീന്ദ്രനാഥ് സാറെന്നും 2 ആളാണ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ടായി. അതിൻ്റെ 1ാമത്തെ ഭാഗമായിട്ട് 2ാമത്തെ പുസ്തകം, എൻ്റെ 2ാമത്തെ പുസ്തകവും മേൽപ്പത്തൂർ പ്രബന്ധങ്ങൾ 2ാമത്തെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 3, 4 ഒക്കെ ആയിട്ട് ക്രമത്തിൽ 2 ആയിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഏകദേശം എൻ്റെ സംരംഭം പട്ടിരിപ്പാണ്ട് പറ്റാവുന്ന കൃതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പഴയ രൂപത്തിൽ മനസ്സിലാവാത്തൊക്കെ അന്യാർത്ഥം പരിഭാഷാക്രമത്തിൽ സംസ്കൃതം അറിയാത്ത കൂട്ടരും കൂടി വായിച്ചാൽ മനസ്സിലാവാത്തക്ക വിധത്തിലാക്കണം വെച്ചിട്ടാണ്. അപ്പൊ ഏതായാലും ഇപ്പൊ ഈ ഒരു മാർച്ചോടുകൂടി റിട്ടയർ ചെയ്യണം. അപ്പൊ ഈ റിട്ടയർ ചെയ്യുമ്പോഴും ബാക്കി അടുത്തൊരു തലമുറയ്ക്കും അല്ലെങ്കിൽ അടുത്ത ഇതിനൊരു പഠനോത്സുകരായ ആൾക്കാർക്കും ഒരു വഴിയും കൂടി കാണിച്ചിട്ടാണ്, ഒരു നാഴികക്കല്ല് കൂടി കാണിച്ചു കൊടുത്തിട്ടാണ് പോണത്. ആയിക്കോട്ടെ. ഇപ്പൊ ഈ പാഠകം അതൊക്കെ എങ്ങനെ ചെയ്യാറില്ലേ? പാഠകം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമായിട്ടുണ്ട്. പണ്ട് ഭാഷാചമ്പ് ഉണ്ടാവാനുള്ള കാരണം തന്നെ പാഠകക്കാർക്ക് വേണ്ടാന്നുള്ള ഒരു വിഷയമുണ്ട്. അതിൽ നമ്പ്യാന്മാരും അതുപോലെ തന്നെ മറ്റ് അമ്പലവാസി സമുദായക്കാരും മാത്രം ഒരു കാലത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിശ്ചയിച്ച സങ്കേതങ്ങളിൽ ഗോപുരത്തിലോ അഗ്രശാലയിലോ നാലമ്പലത്തിലോ മാത്രം നടത്തി വന്നിരുന്ന പട്ടുടുത്ത് മാലയിട്ട് മുടിവെച്ച്, മുടിയില്ലെങ്കിലും പണ്ട് കാലത്ത് പട്ട് കെട്ടിയിട്ടാവാം എന്നൊക്കെ നിയമമുണ്ട്. അങ്ങനെ നായന്മാർ വരെ പണ്ട് ക്ഷേത്രത്തിന് മതിൽക്ക് അകത്തേക്ക് കിടക്കാൻ പാടില്ലാത്ത സവർണ മേധാവിത്വത്തിൻ്റെ കാലത്ത് അവർക്കും കൂടിയിട്ട് ഭക്തിമാർഗത്തിൽ കൂടെ മോക്ഷസാധ്യമാക്കി തീർക്കുന്ന ഒരു കലാരൂപമാണ് പാഠകം. കൂത്തിനേക്കാൾ കേമം തന്നെ പറയാം. കാരണം കൂത്ത് പറഞ്ഞ ഒരു ചാക്യാരും പാഠം പറഞ്ഞ നമ്പ്യാരും രണ്ടും പണ്ഡിതന്മാരും രസികന്മാരും ആണെങ്കിൽ ഒരു പക്ഷേ യോഗ്യനായിട്ടുള്ള ആളാണ് പാഠകക്കാരനെങ്കിൽ അതാവും മിഴിവാവുക എന്ന് എൻ്റെ ഗുരുനാഥൻ പത്മശ്രീ നാരായണ നമ്പ്യാരാശാനൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാവും രണ്ടും ഒരേ പ്രബന്ധമാണ്. പണ്ട് ഭാഷാചമ്പു ഉപയോഗിച്ചിരുന്നു. മലയാളവും സംസ്കൃതവും കൂടിയിട്ടുള്ള ചമ്പുവാണ് ഭാഷ ചമ്പു. അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതിന് ഇത് രണ്ടിനും ഒരൊറ്റ ടെക്സ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റാണ്. പക്ഷെ അത് പണ്ട് കാലത്ത് ഭാഷാചമ്പു ആണോ ഉപയോഗിച്ചിരുന്നത് എന്ന് വരുത്തുന്നതിന് ഒരു ശ്ലോകമേ ഉള്ളൂ. ആദ്യത്തെ മംഗളാശ്ലോകം. പിന്നെ അത് വേണമെങ്കിൽ ചെല്ലാമെങ്കിൽ നാലാം നായൈകമൂലം നതജന ദിവിഷൽപാദപം നേത്രവഹ്നിജ്വാലാ നിർദഗ്ധ മീനധ്വജമചലസുതാരൂഢ വാമാംഗഭാഗം കാലാരാതിം കവർദോദര കബളിത മന്ദാകിനീമാനനീകം കൈലാസാവാസലോലം കനിവൊടുമനമേ ചന്ദ്രചൂടം ഭജേഥ. കനിവൊടു എന്നൊക്കെ മലയാളമായി. മലയാളവും സംസ്കൃതവും കൂടിയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഭാഷാചമ്പുവിന്. കൂത്ത് പറയുമ്പോൾ ഗദ്യപദ്യം ഇതം കാവ്യം ചമ്പുരിത്യ വിധീയത പറയും. ഗദ്യവും പദ്യവും കൂടിയിട്ടുള്ള ചമ്പുകാവ്യമാണ് കൂത്തിന് ഉപയോഗിക്കുന്നത്. വളരെ കാലങ്ങളായിട്ട് ഈ കൂത്തിനും പാഠത്തിനും ഇപ്പോൾ സംസ്കൃത ചമ്പുകാവ്യമാണ് ഉപയോഗിച്ചു വരുന്നത്. നമുക്ക് പാഠകം അങ്ങനെ ഒരു ലേശം ഒന്ന് പറഞ്ഞ് പാഠകം. അതെ, ഇങ്ങനെ കൊണ്ട് നേരെയില്ലെങ്കിലും ഞാൻ ആദ്യം ഭഗവത് കഥ ശ്രീകൃഷ്ണന്റെ ആണെങ്കിൽ നാരായണ സംബന്ധമായിട്ട് വരുമ്പോൾ ഘോരാണ് വേറെ ശ്ലോകമില്ല. ശൈവമായിട്ട് വരുമ്പോൾ നേരത്തെ ജില്ല ശ്ലോകമാണ് ജില്ല. അപ്പൊ നമുക്ക് പാഞ്ചാലി ഉത്സവത്തിൽ വിഭാഗം പറയാം. വിളക്കുളത്തി കഴിഞ്ഞാൽ മാണമ്പി വിളക്കാണ് പണ്ട് ഉപയോഗിക്കുക. മാണമ്പി വിളക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സദസ്സിലേക്കും രംഗത്തേക്കും തിരിയിട്ടിട്ട് പട്ടുടുത്ത് അവിടെ വെച്ചിട്ടാണ് ഈ മുടി വയ്ക്കുക തലയിൽ. അത് വെച്ചിട്ട് മംഗളശ്ലോകം ചൊല്ലിയിട്ട് പീഠിക പറയാന്ന് പറയും. പീഠിക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥയിലേക്ക് സംക്ഷേപം കുറിച്ച് ഏത് കഥ വെച്ചാൽ അതിലേക്ക് അതുവരെ പറഞ്ഞ ഭാഗം സൂചിപ്പിച്ചുകൊണ്ട് വിവരിക്കുക ചെയ്യുക. അത് കഴിഞ്ഞാൽ അവസാനം മംഗളശ്ലോകത്തിലേക്ക് അവസാനിക്കുക ചെയ്യുക. പാഠത്തിന്റെ രൂപം അങ്ങനെയാണ്. ഏകദേശം എങ്ങനെയാണ്: ഘോരാണാം ദാനവാനാം നിരുപമപൃതനാഭാരഖിന്നാം ധരിത്രീ മോരോലീലാവതാരയ്യ അഴകിനോടു സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംബോധൗ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം ഭജേധാ. പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി സത്യഭാമാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ സർവകാലവും ഹൃദയകമലകർണികാമധ്യത്തിങ്കലം മാറുവെച്ച് നിശ്ചല ഭക്തി പുരസ്സരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം. ഇതിന് 2-3 പാരഗ്രാഫും കൂടി ഉണ്ട് ഈ പീഠിക പറയാനുള്ളത്. അത് മോക്ഷസാധ്യത്തിന് വേണ്ടിയിട്ട് ഭക്തിമാർഗത്തിൽ കൂടെ നയിക്കുന്ന പീഠിക എന്നുള്ളതിൽ ഒരു 3 പാരഗ്രാഫുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. അവസാനത്തെ ഈ പീഠികയുടെ അവസാനം ഗുരുകാരുണ്യലക്ഷ്മീ യോഗാൽ. അത് കഴിഞ്ഞാൽ പിന്നെ കഥയിലേക്ക് പ്രവേശിക്കുകയും എങ്കിലോ പണ്ട് കലേശകുലകലശാർണവപൂർണചന്ദ്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാര് ജതുഗൃഹദഹനാനന്തരം ബ്രാഹ്മണവേഷത്തെ അവലംബിച്ച് ഏകചക്രാഗ്രാമത്തിങ്കൽ വേത്രകീയനാകുന്ന ഗോത്രാസുരന്റെ ഭവനത്തിങ്കൽ ഭിക്ഷയേറ്റധിവസിക്കുന്ന കാലത്തിങ്കൽ ഒരു ദിവസം രാത്രി സമയത്തിങ്കൽ സമാഗതന്മാരായിരിക്കുന്ന ബ്രാഹ്മണര് പറഞ്ഞ് പാഞ്ചാലി സ്വയംവരോദന്തം ശവിച്ചതിന്റെ ശേഷം പാണ്ഡന്മാരായിരിക്കുന്ന ബ്രാഹ്മണരോടും കൂടെ പാഞ്ചാലി സ്വയംവരത്തിനായി കൊണ്ടുപുറപ്പെടുവതും ചെയ്തു. ആയത് എപ്രകാരമാകുന്നത്:
നിവസൽസു ച തേഷു വിപ്രഗേഹേ സമവാപുർനിശി കേചിതധ്വനീനാ സഹതൈരഥ സംഗതാം വിദേനി നിജവാർത്താവഗമായ ധർമ്മജന്മാ അഥ ധർമ്മജന്മാ അനന്തരം ധർമ്മജന്മാവാകട്ടെ തേഷു വിപ്രഗേഹേ നിവസൽസു സൽസു അവര് വിപ്രഗേഹത്തിങ്കൽ നിവസത്തുക്കളായിരിക്കും സമയത്തിങ്കിൽ അവരെ വെച്ചാൽ പാണ്ഡവന്മാര് ബ്രാഹ്മണ ഭവനത്തിങ്കിൽ അധിവസിക്കുന്ന കാലം. ബ്രാഹ്മണരുടെ ഭവനത്തിലാണോ പാണ്ഡവന്മാർ അധിവസിക്കേണ്ടത്? അവര് ക്ഷത്രിയന്മാരല്ലേ, രാജവംശത്തിൽ ജനിച്ചവരല്ലേ, ഇപ്പൊ രാജധാനിയിലെ വേണ്ടതാണെങ്കിൽ ആ സമയം അവര് വേഷപ്രച്ഛന്നരായിട്ട് ബ്രാഹ്മണരുടെ വേഷം സ്വീകരിച്ച് അരക്കില്ല ദഹനാനന്തരം കാട്ടിലെത്തിയിട്ട് ഏകചക്ര എന്നിവരായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ആ ഗ്രാമത്തിലെ വേത്രകി എന്നിവരായിട്ടുള്ള ബ്രാഹ്മണന്റെ ഭവനത്തിങ്കൽ അന്നന്ന് കഴിയാനുള്ളത് ഭിക്ഷയാചിച്ച് സന്തോഷമായിട്ട് കഴിയുന്ന സമയത്താണ് പാഞ്ചാലി സ്വയംവര വൃത്താന്തം ശ്രവിച്ച് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പലരും ഒരേ സമയത്തൊപ്പം പാഞ്ചാലത്തേക്ക് പുറപ്പെട്ടപ്പോ അനവധി ബ്രാഹ്മണോത്തമന്മാര് ധർമ്മപുത്ര മഹാരാജാവും സഹോദരങ്ങളും താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തിന്റെ പുരോഭാഗത്തേക്ക് കൂടി പോയപ്പോ രാത്രിയായപ്പോ വെളിച്ചമില്ലാത്തതുകൊണ്ട് ആ ഭവനത്തിലേക്ക് വന്നു. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. അവര് വിപ്രഗേഹത്തിങ്കൽ നിവസത്തുക്കളായിരിക്കും സമയത്തിങ്കിൽ എന്ന് പറയാൻ കാരണം കേചിൽ അധ്വനീന നിശി സമവാപൂച്ച ചില അധ്വനീനന്മാരെ ചില വഴിപോക്കന്മാരെ നിശയിങ്കൽ സമവാപിക്കുകയും ചെയ്തു. രാത്രി സമയത്ത് അവരൊക്കെ ധർമ്മപുത്ര മഹാരാജാവിനെ എടുത്തു വന്നപ്പോൾ ആദ്യം അദ്ദേഹം അത്താഴം കഴിഞ്ഞിട്ട് വിശ്രമിക്കുകയാണ്. സഹോദരങ്ങളൊക്കെ ഉറക്കായി. എന്നാൽ അദ്ദേഹം ഉറങ്ങാൻ കിടക്കാറില്ല. കാരണം ഉറക്കം വന്നേ കിടക്കാറുള്ളൂ. ഇങ്ങനെയുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. യോഗ്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, വേറെ പ്രവൃത്തിയൊന്നുമില്ല. അത് കൊള്ളരാത്ത സമ്പ്രദായം. യോഗ്യന്മാരായിട്ടുള്ള ആളിലാവുമ്പോൾ ഉറക്കം വന്നേ കിടക്കുള്ളൂ. അദ്ദേഹം അതുവരെ വെറുതിരിക്കൂല. നാമം ജപിക്കുക പതിവ്. നാരായണ നാരായണ ഗോവിന്ദ ഗോവിന്ദ. ആ ശബ്ദം പുറമേക്ക് കൂട്ടി അതിലൊക്കെ അടച്ചിട്ടുണ്ട്. എടോ ഒരു നാമജപക്കാരനെ വിളിക്കുക. പരിചയമൊന്നുമില്ലോ. ബ്രാഹ്മണൊക്കെ പാടി വിഡ്ഢി, അതുപോലെ തന്നെ ചൊറിയൻ, ഒട്ടൊട്ട് ചൊറിയൻ, പെരുചൊറിയൻ, മോർപ്പാള കേശവൻ, ഇങ്ങനെ ഇല്ലപ്പേരാണല്ലോ ബ്രാഹ്മണരെ വിളിക്കുക. ഇവരൊക്കെ പാടി കലശ കൂട്ടിക്കൊണ്ട് കലശ കൂട്ടുക പറയുക. അവർ പരസ്പരം താൻ വിളിക്കുക. ആ വിദ്വാനെ നാമജപക്കാരാന്ന് വിളിച്ചാൽ രണ്ട് കിട്ടിയാൽ വാങ്ങണ്ടേ ഒന്നും വേണ്ടോ? നമ്മളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും കൂടി ആകുമ്പോൾ അത്രയും ആലോചിക്കില്ല. നമുക്ക് രസികന്മാരല്ലേ, വെറുതെ ആക്ഷേപിക്കുന്ന ആളുകളല്ലോ. എന്നാ വിളിക്കാം നാമജപക്കാരാ വായു തുറക്കുക. അധികം വായു തുറക്കേണ്ട അനവധി ബ്രാഹ്മണരാ ഒന്നിച്ച്. പിന്നെ അവർക്ക് വേഗം ആലോചിക്കാൻ തോന്നുന്നില്ലോ. കാരണം ഒന്നിച്ചങ്ങടെ അകത്ത് കയറി എന്താ നിങ്ങൾ കാണിക്കുന്നത് അതൊക്കെ പറയാടോ. ഞങ്ങൾ അനവധി ദൂരത്ത് നടന്നു വരിക. ഇവിടെ കൂടട്ടെ, കിട്ടിയ സ്ഥലത്താണ് കൂടി. ഞങ്ങളൊക്കെ പാഞ്ചാലി സ്വയംവരത്തിന് പോവുക. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ കൂടെ പുറപ്പെടാം. ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാച്ചിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അനുവാദം കൊടുത്തു. അവരെ അവിടെ വിശ്രമിക്കാനായിക്കൊണ്ട് അനുവാദം കൊടുത്തപ്പോൾ ബ്രാഹ്മണ വേഷത്തിലാണല്ലോ പാണ്ഡവന്മാരൊക്കെ. അപ്പൊ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? അതോ അരക്കലത്തിൽ വെന്തു മരിച്ചുപോയി തന്നെയല്ലേ ജനം വിശ്വസിച്ചിരിക്കുന്നത്? അതൊക്കെ മനസ്സിലാക്കാൻ പരമാർത്ഥ പറയാനായിക്കൊണ്ട് അവരോട് സൽക്കഥ പറയാൻ തുടങ്ങി. തൈ സഹ ധർമ്മജന്മാ സംഗതാം വിദേനെ. അവരോടുകൂടി ധർമ്മപുത്ര മഹാരാജാവ് സൽക്കഥയെ പറയാൻ ഭാവിച്ചു. സൽക്കഥകൾ പറയുമ്പോൾ കഥകളിൽ എല്ലാവർക്കും കേൾക്കാനുള്ള ഇഷ്ടം. ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടമുണ്ടാവും. പക്ഷെ വിസ്തരിച്ചിട്ടൊന്നും ആവില്ല. അവിടെയും ഇവിടെയൊക്കെ ആവും. കഥ പറയാന്നല്ലാതെ കണ്ട് കഥ പറയണ വ്യക്തിക്ക് ഉത്സാഹം ഉണ്ടായിട്ട് കാര്യമില്ല. കേൾക്കണ ആൾക്ക് ഉത്സാഹം ഉണ്ടാവണം. കേൾക്കണ ആൾക്ക് ഉത്സാഹം ഉണ്ടായിട്ട് കാര്യമില്ല. പറയണ ആൾക്ക് ഉത്സാഹം ഉണ്ട്. രണ്ടും ഉണ്ടെങ്കിലും ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധ വല്ലോടത്ത് പോയിട്ട് കാര്യമില്ല. ഇതൊക്കെ അവര് ഉത്സാഹികളാവുകൊണ്ട് പറയണ ആൾക്ക് ഉത്സാഹമുണ്ട്, കേൾക്കണ ആൾക്ക് ഉത്സാഹമുണ്ട്. സശ്രദ്ധം അങ്ങോട്ട് പറയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടന്നുറങ്ങാൻ തുടങ്ങി. വെളിച്ചാകുമ്പോൾ നേരത്തെ എഴുന്നേറ്റു. എല്ലാവരും കൂടി പുറപ്പെട്ട് പോകാൻ ഭാവിച്ചപ്പോൾ വെളിച്ചായി എന്നാ നിരീച്ച അർദ്ധരാത്രി സമയം അക്കുപാടി പുറപ്പെട്ടപ്പോൾ ആ വേത്രകീനൊരു കടക്കൊള്ളി കൊടുത്ത് അതെടുത്തുകൊണ്ടാണ് പുറപ്പെടുണ്ടായി. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പാഞ്ചാലി സ്വയംവരത്തിനായിക്കൊണ്ട് ആ ധർമ്മപുത്ര മഹാരാജാവും സഹോദരങ്ങളും അമ്മയായിട്ടുള്ള ആ കുന്തിദേവിയും ഒരുമിച്ച് ആ ധർമ്മപുത്ര മഹാരാജാവ് ബ്രാഹ്മണോത്തമന്മാരുടെ കൂടെ സ്വയംവരത്തിനായിക്കൊണ്ട് തന്റെ ഭവനത്തിൽ പുറപ്പെടും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആഗമനുണ്ട് എന്ന് കേൾക്കുണ്ടായി. ഒരു പക്ഷേ ദ്വാരകയിൽ ചെന്ന് കാണാൻ പറ്റില്ലല്ലോ. പാഞ്ചാലി സ്വയംവരത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് മനോഹര സ്വരൂപം ദർശിപ്പാനായിക്കൊണ്ട് അത്യുത്സാഹത്തോട് കൂടി യോഗ്യന്മാരായിട്ടുള്ള ഭക്തന്മാരൊക്കെ അവിടെ വരുമ്പോൾ നമ്മൾക്കും അവിടെ എത്താലോ. അപ്പൊ അദ്ദേഹത്തിന് മനോഹര സ്വരൂപം ദർശിപ്പാനായിക്കൊണ്ട് ബദ്ധശ്രദ്ധരായി തീർന്നുകൊണ്ട് സർവന്മാരായിട്ടുള്ള ബ്രാഹ്മണോത്തമന്മാരും പാഞ്ചാലിക്ക് പുറപ്പെട്ടു. പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവാക്കളായ നീല കമലാ ചുംബനലംബടോതി രമ്യ അളിബോധൈവാരവിന്ദമധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോര. അത് കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് തല്ലി വയ്ക്കും നേരം. അത് കഴിഞ്ഞാൽ തലയെടുത്ത് അഴിച്ചു വരും. ഇതാണ് പാഠത്തിന്റെ രൂപം. ചൂണ്ടി പറയാൻ പാടില്ല. ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെയാണ് പണ്ട് കാലത്ത്. ചാക്യാന്മാർക്ക് ചൂണ്ടി പറയാനുള്ള അവകാശവും അധികാരമുള്ളൂ, വിമർശിക്കാൻ. പാഠത്തിൽ ഇങ്ങനെയാണ്. ഇത് ചുരുക്കം ഒരു ശ്ലോകത്തിന്റെ മുഴുവൻ വേണ്ടില്ല, സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. പറയാൻ തുടങ്ങിയ അനവധി ഉണ്ടാവുമല്ലോ. ഇനി ഇത് തന്നെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ചാക്യാർ കൂത്താകുമ്പോ എന്ത് ചാക്യാർ കൂത്ത് പറയുകയാണെങ്കിൽ വേഷത്തിന് വ്യത്യാസമുണ്ട്. മറ്റു ഭസ്മക്കുടിയും ചന്ദനക്കുടിയും കുങ്കുമപ്പൊട്ടും മാലിയും
വാടകത്തിന് വെച്ചിട്ടുള്ള കുടുംബാന്ന് പറയും, മുടിയെന്നും പറയാറുണ്ട്. അത് ചില ആൾക്കാർ തെക്കോട്ടൊക്കെ കഴുത്തുകൂടെ പട്ടിട്ടുണ്ട്, അത് പതിവില്ല. അപ്പോ ഭാഷയുടെ ദേശത്തിന്റെ വ്യത്യാസം അങ്ങനെ പതിവില്ല പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അത് ഇട്ടുകൊണ്ട് കാര്യമില്ല, ഉത്തരീയ ഇടാറില്ല. മുണ്ടും പിന്നെ ഇടയിൽ കെട്ട് പണ്ടുണ്ടാകുന്നില്ല അത്രേ. അങ്ങനെ ആശാൻ പറഞ്ഞിരിക്കണം. ചിലപ്പോൾ വയറൊക്കെ ഉണ്ടാവും, മുണ്ട് അഴിഞ്ഞു പോകും, അതേ കണ്ടിക്കാൻ മുണ്ടിന്റെ മീതെ പട്ട്, മുണ്ട് മുകളിൽ കാണണം, അടിഭാഗത്തും കാണണം, ഇടയിലാ പട്ട് കെട്ടുക. പട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അഴിയാണ്ടിരിക്കാൻ ഇടത്തു ഭാഗത്തേക്കും വലത്തു ഭാഗത്തേക്കും എങ്ങനെ വെച്ചാൽ സൗകര്യം പോലെ ഇടക്കെട്ട് കിട്ടും. അത് പട്ടുകൊണ്ട് തന്നെ പതിവ്. അങ്ങനെയാണ് വാടകത്തിന്റെ വേഷവിധാനം. കൂത്തിന്റെ ആകുമ്പോൾ വാസികം ആദ്യം കുടുംബം വയ്ക്കും. കുടുംബം വെച്ച് കഴിഞ്ഞാൽ ചുവപ്പുടി കെട്ടും, നെറ്റിനാട, വാസികം, ചെവിപ്പൂവ്, അത് കഴിഞ്ഞാൽ കടകം, അതുപോലെ തന്നെ മാറ്റുടുത്ത് വസ്ത്രം തട്ടുടുത്തിട്ട് കടിസൂത്രം വയ്ക്കും. കയ്യിലും മുഖത്തും 5 പൊട്ട മുഖത്ത് അരിമാവ് കൊണ്ട് മുഖത്ത് വരച്ച്, പിന്നെ 3 ഭാഗത്ത് മൂക്കത്തും താടിയെങ്കിലും 2 ഭാഗത്തും പൊട്ടുതൊടും കുങ്കുമം കൊണ്ട്. അതേപോലെ മാർത്തും 5 2 ഭാഗത്തും ഈ 2 കയ്യില്. ഇതാണ് അതിന്റെ വേഷവിധാനം. പിന്നെ കണ്ണെഴുതും, മീശയും വരയ്ക്കും, മീശ മേപ്പെട്ടും കഴിപ്പെട്ടും. ഹസതി ഹാസയതി ഇത് വിദൂഷകാനാണ്. ചിരിക്കലും ചിരിപ്പിക്കലുമാണ്. മാത്രമല്ല വിശേഷേണ ദൂഷണം ചെയ്യുന്നവനാണ്. വിമർശിക്കും, കഥാപാത്രങ്ങളാക്കി തീർക്കും സ്വഭാവവാസികളെ. അത് യോഗ്യന്മാരെന്നോ പാമരന്മാരെന്നോ പണ്ഡിതന്മാരെന്നോ ഇല്ല. എല്ലാവരും ബ്രാഹ്മണരായാലും വേണ്ടില്ല, നിശ്ചയില്ലാത്തവരും വേണ്ടി. ഇപ്പോൾ പിന്നെ പണ്ട് ബ്രാഹ്മണരെ കേൾക്കാൻ പാടും, ഇപ്പോൾ എല്ലാവർക്കും അത് ആസ്വാദ്യത. ലോകത്തിലെ ഏറ്റവും നല്ല റിഹേഴ്സൽ ഇല്ലാത്ത ഒരു കലാരൂപം എൻ്റെ അറിവിലെ കൂത്തും പാഠവുമാണ്. അപ്പൊ അപ്പപ്പോൾ ഉണ്ടാവുന്ന ആ സംഭവങ്ങളൊക്കെ സദസ്സിലുണ്ടാവണമെന്നൊക്കെ അതേ രൂപത്തിൽ പറഞ്ഞ് കഥയിലേക്ക് ആക്കി തീർക്കാൻ ദൈവാധീനം വേണം. അത് എല്ലാവർക്കും പറ്റില്ല. അതാണ് ഇതിലേക്ക് അധികം ആൾക്കാർ വരാത്തതും. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പറയണോണ്ടും കാര്യമില്ല. പറയാൻ വാക്ക് കേമാവും, വാക്ക് കഷ്ടിയാവും. പറയുമ്പോൾ സന്ദർഭം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റാത്തതുണ്ടാവും. അതാണ് ഇതിലേക്ക് മറ്റുള്ളവരൊക്കെ തിരക്കുണ്ട്. ഇതിലധികം തിരക്ക് വരാണ്ടിരിക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അർത്ഥം. അപ്പോൾ അതിൽ പറയുമ്പോൾ ചൂണ്ടി പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് രാജൻ കേസൊക്കെ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. ഈശ്വരവാര്യരുടെ മകൻ രാജിനെ കാണാനില്ലാന്ന് പേപ്പറിലൊക്കെ വന്നാണ്. നല്ല വിഷയം. ശ്യാമചാക്യരാശനാണ്. അപ്പൊ ഉരുട്ടിയിട്ട് കാർത്തവീര്യ നിർപ്പതേ ദോർദണ്ഡ പിണ്ഡീകൃത ഏക എന്ന് പറഞ്ഞിട്ട് പദം ശരിയുണ്ട്. രാവണന്റെ മുമ്പിൽ ഹനുമാൻ ചെന്നപ്പോൾ പല രാവണന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ രാവണന്മാരിൽ അങ്ങ് ആരാണ്, അതൊക്കെ അങ്ങക്ക് പറ്റിയ അബദ്ധമാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാവണന്റെ കഥ കൊണ്ട് ഓരോന്നും വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ കാർത്തവീരാർജുന ജയിക്കാൻ പോയിട്ട് നർമ്മദാതിൽപ്പെട്ട് വെള്ളം കുടിച്ച് പരിഭ്രമിച്ചിരിക്കുന്ന സമയത്ത് ആ കാർത്തവീരാർജുന സൈന്യങ്ങളൊക്കെ കാലാഗ്രഹത്തിട്ടു രാവണനെ. അവസാനം കയ്യും കാലൊക്കെ ചങ്ങലക്കിട്ടേർന്നു. പുലസ്ത്യ മഹർഷി അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഭിക്ഷ അയച്ചു വന്നപ്പോൾ ഭിക്ഷ കൊടുക്കാൻ വേണ്ടി ഭാവിച്ചപ്പോൾ പെട്ടെന്ന് അത് മേടിച്ചു, ഭക്ഷിക്കു വെച്ചു. ഭക്ഷിക്കുമെന്ന് പറയുന്നത് ഭിക്ഷ കൊടുക്കണ ആൾക്ക് കൊടുക്കുക കൊണ്ടു, കഴിച്ചു ഇല്ലയോ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. രൂപം മാറി, ഞാൻ പുലസ്ത്യനാണ്, എന്റെ പുത്രന്റെ പൗത്രനാണ് രാവണൻ. അങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ഭാവിച്ചപ്പോൾ ആരാവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന രാക്ഷസ രാജാവിനെ ഒന്ന് പാകാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അടിയിടിയും കുത്തു ചവിട്ടൊക്കെ ഉണ്ടായി. അവസാനം വീണ്ടും കൊണ്ടപ്പോൾ 20 കൈകളും 10 തലയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കൈ ഒതുങ്ങുന്നില്ല. അപ്പൊ കാർത്തവീരാജന്റെ 1000 കൈകളുണ്ട്. അദ്ദേഹം അതുകൊണ്ടൊന്ന് ഉരുട്ടുണ്ടായി. അപ്പൊ ബഹുമാനപ്പെട്ട മരിച്ചുപോയ കരുണാകരൻ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതിനെ മുഖത്ത് നോക്കി ജാഗ്യരാശാൻ ചോദിക്കാണ്, എന്താ അവസാനം ഈ ഒതുങ്ങാത്തോണ്ടൊന്ന് ഉരുട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ടായി. ഉരുട്ടിയ രാജൻ, ഉണ്ട രാജൻ, അതുപോലെ തന്നെ കഴിക്കാൻ വയ്യാത്ത കഴിച്ച രാവണൻ എന്നൊക്കെ പറയുമ്പോൾ രാക്ഷസ രാജാവ് എന്നുള്ള സംഭവം ചെയ്തു. പിന്നെ രാക്ഷസ രാജ്യം നാക്കി, പിന്നെ രാജ്യം എന്ന് മാത്രമാക്കി, പിന്നെ ഉരുട്ടിയ രാജ്യം നാക്കിയിട്ട് അത്രയും നർമ്മത്തോട് കൂടിയിട്ട് ചൂണ്ടി വിമർശിക്കുന്നത് അത് ദൈവാധീനമാണ്. അങ്ങനെയൊക്കെയാണ് അതിന്റെ കൂത്തിന്റെ സമ്പ്രദായങ്ങൾ. പിന്നെ ചമ്പു പ്രബന്ധങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആകാംക്ഷിച്ച് പറയാവും. ഇപ്പൊ വിരളായിട്ടുണ്ട്. അത് എന്താണ്, ഞാൻ ഇന്ന ആളാണ്, ഇന്നിക്കുന്നു വരുന്നു പറഞ്ഞേക്കാഭേദം ഈ വിദ്വാൻ ആരാ ആദ്യം ചോദിച്ചാൽ ഇന്ന ആളാണ്. അങ്ങനെ ആകാംക്ഷിച്ചിട്ട് വേണം ഓരോ പദങ്ങളും ശ്ലോകത്തിനും ഗതിക്കും കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ച് അതുപോലെ നർമ്മരസത്തോട് കൂടിയിട്ട് ആനുകാലിക സംഭവങ്ങൾ കോർത്തിണക്കിയിട്ട് അങ്ങനെയാണ് കൂത്ത്. അത് ചാക്ഷുഷയജ്ഞ 3 തിരി ഏതാകും ജ്വലിപ്പിക്കും. ഇടത്തു ഭാഗത്ത് പീഠം, ചില ഭാഗത്ത് പക്ഷക്കാർക്ക് വലത്തു ഭാഗത്താണ്. അത് നമ്പ്യാര് കൊട്ടാൻ, നങ്ങിയാര് താളം പിടിക്കാൻ, കൂത്ത് പറഞ്ഞ ചാക്യാര് കൂത്ത് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുമ്പോൾ കൂത്ത് മുടിക്കുക എന്ന് പറയും. അതിനിടയ്ക്ക് തിരി കെട്ടിട്ടുണ്ടെങ്കിൽ പണ്ട് കാലം ഇപ്പോഴും മനുഷ്യൻ അനുഷ്ഠിച്ചു വരുന്നുണ്ട്. അത് ആ വ്യക്തികളൊക്കെ ദോഷം. അത്ര ഭക്തിപൂർവ്വം ഉപജീവനായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ളതാണ് ചാക്യാർ കൂത്ത്. ഓരോരോ പദത്തിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിലും അനവധിയുണ്ട്. അതിനൊന്നും ആർക്കും കഴിവില്ല. ഭക്തന്മാരെന്ന് അഹങ്കാര ഭക്തി ഉള്ളൂ. നമുക്കൊക്കെ യഥാർത്ഥ ഭക്തി, അഹങ്കാരമില്ലാത്ത ഭക്തി, അതുണ്ടാവാനാ ഭാഗ്യം വേണ്ടത്. എല്ലാവർക്കും കിട്ടിക്കൊള്ളണമല്ലോ. അപ്പോ ഏകാന്ത ബന്ധു ജന്മം ഉണ്ടായോണ്ട് കാര്യമില്ല. മനുഷ്യജന്മം കിട്ടിക്കഴിയാൻ ദേവന്മാരും കൂടി ആഗ്രഹിക്കുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടിയ ജന്മം സാർത്ഥകാക്കാൻ ഭഗവാനെ വേണ്ട പോലെ സാധിക്കണമല്ലോ. സേവിക്കാൻ സാധിക്കണമെങ്കിൽ
മനോഹര സ്വരൂപം മനസ്സിൽ മന്നം ചെയ്യാൻ സാധിക്കണം. അത് എല്ലാവർക്കും സാധിക്കില്ലല്ലോ. തനിക്ക് അത്രത്തോളം സാധിച്ചല്ലോ. ഇപ്പൊ പലരും വന്നപ്പോ ഭക്തന്മാരും ഭക്തകളും നിരവധിയുണ്ട്. ഇതിലിപ്പോ ആശാൻ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങള് ഇപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഇതിലൊരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മിഴാവിൽ തായമ്പക, എന്തൊക്കെയായി മിഴാവിൽ പണ്ട് കാലത്ത് തായമ്പക ഉണ്ടായിരുന്നു. അത് കൂത്തോ കൂടിയാട്ടോ നങ്ങിയാറ് കൂത്തോ നടക്കുന്നതിന് മുമ്പായിട്ട് മിഴാവ് ഒച്ചപ്പെടുത്താന്ന് പറയും. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ വക നമ്പ്യാരുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു അത് തുടർന്നത് അതേപോലെ തന്നെ തുടർന്നു വരണം. പക്ഷേ കലാമണ്ഡലത്തിലെ പനയൂർ ശങ്കരൻകുട്ടി സാർ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് കൂത്തോ കൂടിയാട്ടോ നങ്ങിയാറ് കൂത്തോ ഇല്ലാതെ തന്നെ കൂത്തമ്പലത്ത് വെച്ചിട്ട് സ്വതന്ത്ര പദവി നൽകിയിട്ട് ഞാനാണത് തായമ്പക മാത്രമായിട്ട്. മറ്റൊരു തായമ്പക മാത്രം കൊട്ടാൻ പറ്റില്ല. കൂത്തോ കൂടിയാട്ടോ നങ്ങിയാറ് കൂത്തോ വേറെ വേണം. അപ്പോൾ ഭാര്യ ചെലവൂരും മറ്റുള്ളവരെ വിളിക്കണം. ഇതൊന്നും വേണ്ട. ഒരു വാദ്യവിശേഷമാണല്ലോ. ഏറ്റവും പഴക്കമുള്ള ലോകത്തിലെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വാദ്യവിശേഷമാണ് മിഴാവ്. വടക്കേ മലബാറിൽ തലശ്ശേരിക്കടുത്ത് മുഴക്കുന്ന എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടുകിട്ട വാദ്യമാണ്. അതാണ് കഥകളിക്കൂടിയും വന്ദന ശ്ലോകത്തിലെ കോട്ടയം തമ്പുരാൻ ദുർഗാം ചാപ്പി മൃദംഗശൈല നിലയാം ശ്രീ കോർക്കലിയും ഇഷ്ടതാന്ന് ചെല്ലുണ്ട്. അത് ഈ പ്രസ്തുത സ്ഥലത്ത് മിഴാവ് കുടത്തിന്റെ രൂപത്തിൽ പുറ്റുമണ്ണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടതാണ് അവിടെ നിത്യം ആരാധനയ്ക്കുണ്ട്. ബാണാസു 2 കൈകൊണ്ട് കൊട്ടിയപ്പോൾ 1000 കൈയുണ്ടാവട്ടെ പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ച് 1000 കൈകൊണ്ട് കൊട്ടിയ വാദ്യമാണ്. പിന്നെ ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണന് ജനനം മുതൽക്ക് സംസ്കാരം മുതലുള്ള എല്ലാ ഉപനയനങ്ങളും ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു പ്രത്യേകിച്ചുള്ള വാദ്യമാണ്. അപ്പോൾ അതിന് വേറും തൊടാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പോൾ അതിന് പരീക്ഷ ഞാൻ അന്യജാതിയിലെ ആദ്യത്തെ വിദ്യാർത്ഥി അധ്യാപകനാണ്. ഞാൻ നമ്പ്യാരല്ലാത്ത നമ്പ്യാരാണ്. എൻ്റെ സമുദായം വാരത നോക്കിയാണ്. ഇപ്പോൾ അതും ജാതിയൊന്നും ഇല്ലാത്ത ആളുകൊണ്ട് കലാമണ്ഡലത്തിലാവുകൊണ്ട് 65 രാമചാക്യരാശാൻ ഇവിടെ കൂടിയാട്ടം തുടങ്ങിയ സമയത്ത് പത്മശ്രീ നാണ നമ്പ്യാരാശാനും അദ്ദേഹം കൂടിയാണ് ഒരുമിച്ചുണ്ടായത്. അതിനുശേഷം ഞാനാണ് ആദ്യം അന്യജാതിക്കാരായിട്ട് പഠിക്കാൻ വന്നത്. എൻ്റെ അധ്യാപകവൃത്തി 82 തുടങ്ങി. അന്ന് നോക്കുന്നവരെ ഞാൻ തുറന്നു വരുന്ന എല്ലാ ജാതി മതസ്ഥർക്കും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടി. അതുകൊണ്ട് ലോകത്തിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ ഇതിന്റെ കലാമണ്ഡലം മുഖേന മനസ്സിലാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ പരീക്ഷണാർത്ഥം ആദ്യം മിഴാവിൽ മിഴാവൊലി വേണ്ടിട്ട് ചാക്യരാശന്റെ സ്ഥാപനം പയങ്കുളത്ത് വെച്ചിട്ട് കലാപീഠത്തിൽ വെച്ചിട്ട് ആദ്യം തുടങ്ങി. അത് 9 വാദ്യം വെച്ചുകൊണ്ട് വ്യത്യസ്ത താളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം മിഴാവിൽ കേളി വേണ്ടിട്ട് ചെണ്ടയിൽ കെട്ടുന്ന കേളി ചെണ്ടിയും മദ്യത്തിനും പകരം ചെണ്ടയ്ക്ക് പകരം മിഴാവ് ഉപയോഗിച്ച് ആ എണ്ണങ്ങളൊക്കെ കയ്യിലേക്ക് ആക്കി തരാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകുമെങ്കിലും ഞാനത് പരീക്ഷിച്ച് നോക്കി. അതും വിജയിച്ചേക്കണം. ഒരു പ്രാവശ്യം ഞാൻ പിന്നെ സമയം കിട്ടാനുണ്ട്. പിന്നെ അതിനുശേഷം മിഴാവിൽ പഞ്ചാരി മേളുണ്ടായി. അത് ചെണ്ടയിലത്തെ പഞ്ചാരി മേളം ആ എണ്ണങ്ങളൊക്കെ മിഴാവിലേക്ക് ആക്കിയിട്ട് 13 കലാകാരന്മാർ കൊമ്പും കൊള്ളൊക്കെ ആയിട്ട് എനിക്ക് കൂത്തമ്പത്ത് വെച്ചിട്ട് നടത്താൻ സാധിച്ചു. പിന്നെ അതിനുശേഷം മിഴാവ് മദ്ദള തായമ്പക എന്ന് പറഞ്ഞിട്ടുള്ളൊരു തായമ്പക എണ്ണങ്ങൾ മിഴാവും കോട്ടയ്ക്ക് രാധാകൃഷ്ണന്റെ മദ്ദളമായിട്ട് സംയോജിച്ച് ചെയ്തു. മറ്റത് കേളിക്ക് കുട്ടിനാരായണനായിരുന്നു. കലാമണ്ഡലം കുട്ടിനാരായണ പഞ്ചായത്തിലെ കേമായിട്ടുള്ള. പിന്നെ ഇപ്പം ഞാൻ മിഴാവ് ഇടയ്ക്ക തായമ്പക ഉണ്ടായി. അതും ഇടയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അതും നോക്കിയിട്ട് ഞാൻ മിഴാവ് ഇടയ്ക്ക തായമ്പക ഉണ്ടായി. ഇപ്പോൾ ഈ 31-ാം തീയതി രാമചാക്യരാശാന്റെ ഒരു ചരമദിനാണ്. അതിന് കലാമണ്ഡലത്തിൽ വെച്ചിട്ട് പഞ്ചവാദ്യം വേണമെന്നുള്ള മോഹിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആഗസ്റ്റ് 2-ാം തീയതി എൻ്റെ 33-ാമത്തെ കൊല്ലം സർവീസ് ഇറങ്ങുകയാണ്. ഞാൻ തിമല പഠിച്ചിട്ട് 34 കൊല്ലം കഴിഞ്ഞു. അതും കർക്കിടക മാസത്തിൽ അത്തം ദിവസമാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ മിഴാവ് തിമല തായമ്പക വേണമെന്ന് വെച്ചിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പരീക്ഷണാർത്ഥം ശബ്ദങ്ങളുടെ വൈവിധ്യങ്ങൾ, 2 വാദ്യങ്ങൾ തമ്മിൽ എങ്ങനെ സംയോജിക്കാം. ഏറ്റവും സുഖം ഓംകാര മന്ത്രമാണ്. ഓംകാര മന്ത്രത്തെ നാദബ്രഹ്മം കൊണ്ട് ഉപാസിച്ച് കഴിയുന്ന ഏകവാദ്യം മിഴാവാണ്. പിന്നെ ഈ വക പറഞ്ഞ പ്രത്യക്ഷപ്പെട്ട് കണ്ട വാദ്യം മറ്റുള്ള വാദ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത വൈശിഷ്ട്യം ഈ മിഴാവിനുണ്ട്. അപ്പം എനിക്കത് ഭാഗ്യം കിട്ടുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യണം എന്നുള്ള മോഹം. അതുകൊണ്ട് പരീക്ഷിച്ചു. അതേപോലെ തന്നെ നമ്മള് ഈ ചാക്യാർകൂത്തിലും അതിൽ മുദ്രകളും ചാക്യാർകൂത്തിന് ഗ്രാമ്യ മുദ്രകൾ അധികം ഉപയോഗിക്കാം. അതിപ്പോൾ എന്തെങ്കിലും സംഭാഷണം ചെയ്യുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക അങ്ങനെയൊക്കെ പറയും കാണിക്കും. അതുപോലെയാണ് കൂത്തിനുള്ളൂ. കൂടിയാട്ടത്തിനാണ് ഈ പതാകാമുദ്രാഖ്യം, കടകം, മുഷ്ടി, കർത്തരി മുഖം, ചൂതണി, കഥളിക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ പണ്ട് കാലത്ത് കൂടിയാട്ടത്തിനായിരുന്നു 24 മുദ്രകൾ.
7 താളങ്ങളുണ്ട്. ഏകതാളം, ത്രിപുടതാളം, ലക്ഷ്മിതാളം, അടന്തതാളം തുടങ്ങിയിട്ടുള്ള 7 താളങ്ങൾ. പിന്നെ 21 രാഗങ്ങൾ: ശ്രീകണ്ഠി, തൊണ്ട, പുറനീർ, കൈശിക, വേളാഹുളി, കൊരക്കുറുങ്ങി, ദുഃഖഗാന്ധാരം, വീരൻ, തർക്കൻ, അന്തരി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള 21 രാഗങ്ങളുണ്ട്. ആ രാഗങ്ങളും പിന്നെ ഭവഭൂതി, ശക്തഭദ്രൻ, ബോധായനൻ തുടങ്ങിയിട്ടുള്ള മഹാകവികൾ, കാളിദാസനൊക്കെ തുടങ്ങിയിട്ടുള്ള മഹാകവികൾ എഴുതിയിട്ടുള്ള സംസ്കൃത നാടക അവതരണ സമ്പ്രദായങ്ങൾ അന്നുണ്ടായിരുന്ന അതേ രൂപത്തിൽ കോട്ടം തട്ടാതെ കണ്ടെന്നൊക്കെ വിശേഷിച്ച് കുറച്ചൊക്കെ കാലാനുസൃത മാറ്റമുണ്ട്. അതേപോലെ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം. മുദ്രകളുണ്ട്, രാഗമുണ്ട്, സാമവേദത്തിന്റെ സാമ്യമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് റിസർച്ച് ചെയ്യേണ്ട കാലമൊക്കെയാണ്. അപ്പോൾ അത് 21 രാഗങ്ങളും 7 താളങ്ങളും 24 മുദ്രകളും, നവരസങ്ങളില്ല, അട്ടയുള്ള രസമെങ്കിലും അതൊക്കെ രസങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സംസ്കൃതം, പ്രാകൃതം, മലയാളം ഈ 3 ഭാഷകളും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ആണ് ഈ കൂടിയാട്ട കലാരൂപം. അതിൽ പ്രധാന വാദ്യം മിഴാവും, ഉപവാദ്യം ഇടയ്ക്കും, പിന്നെ കുഴിതാളവും അതുപോലെ തന്നെ കുറുങ്കോയിലും ക്ഷേത്രവാദ്യത്തെ അടിയന്തരങ്ങൾ കുറച്ച് ഉപയോഗിച്ചിരുന്നതാണ് പണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായിട്ടില്ല. കുറുങ്കോയിൽ കുറച്ചു കാലം വരെ ഞാൻ വന്ന കാലത്തൊക്കെ ഉണ്ടാകുന്നു, പിന്നെ നിർത്തിവെക്കാനുണ്ടായി. അത് ഈ കൊട്ടുവിളക്കുക പറയും. ഈ കൊട്ടുവിളക്കുന്ന സമയത്ത് ഈ കുഴക്കാരനുള്ള പരിചയക്കുറവുകൊണ്ടും പിന്നെ മുമ്പൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടും അത് ഇങ്ങനെ വിലക്കുമ്പോഴാവും തുടങ്ങിണ്ടാവുക. അപ്പോൾ ഒരു ആഭാസമായിട്ട് തോന്നിയെങ്കിൽ വെച്ചിട്ട് അത് ഒന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നേരെയാവാവുന്നതേ ഉള്ളൂ. പിന്നെ അതൊരു ഭംഗിയുള്ള വാദ്യമാണ് സുഷിരവാദ്യം. അപ്പോൾ സുഷിരവാദ്യവും തുകിൽവാദ്യവും കൂടി അണങ്ങുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാദ്യം തന്നെയാണ് ഇടയ്ക്കും. അതിൻ്റെ മിഴാവ് ഇടയ്ക്കായിട്ടുള്ള നാദത്തിൻ്റെ സംയോജനം അത് കേമം തന്നെയാണ്. അങ്ങനെയുള്ള വാദ്യമാണ്. അതിനാണ് ഈ മുദ്രകളൊക്കെ കാണിക്കുക കൂടിയാട്ടത്തിലാണ്. പിന്നെ നങ്ങ്യാർകൂത്തിലും സുഭദ്രാസനഞ്ചിയെ കുലശേഖരൻ എഴുതിയിട്ടുള്ള സുഭദ്രാസനഞ്ചിയത്തെ 2ാം അംഗത്തിലെ ചേരിയുടെ നിർവഹണമായിട്ടാണ് നങ്ങ്യാർകൂത്ത്. അത് നങ്ങ്യാർകൂത്ത് വരുന്നതിൻ്റെ മുമ്പ് ചുടലക്കൂത്തായിരുന്നു. അതിനെ പരിഷ്കരിച്ച് കുലശേഖരൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഐതിഹ്യമുണ്ട്. എന്നാൽ ചുടലക്കൂത്ത് അവരുടെ സാധനം രണ്ടും വേറെയാണെന്നും പറഞ്ഞേക്കാണ്ട് അതില്ല. ഇപ്പോൾ ചുടലക്കൂത്തില്ല, നങ്ങ്യാരമ്മക്കൂത്താണ്. പിന്നെ അതിൽ തന്നെ വിരുത്തിക്കൂത്ത്, ബ്രഹ്മചാരിക്കൂത്ത് തെക്കോട്ടും വിരുത്തിക്കൂത്ത് വടക്കോട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. രണ്ടും വ്യത്യസ്തമാണെന്നും ഒന്നാണെന്നും ആട്ടപ്രകാരമൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മന്ത്രാംഗം കൂത്ത്, അതാണ് ഏറ്റവും ഗഹനമായിട്ടുള്ള വിഷയം. അത് തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്, ഇത് ആരും ഇല്ലാണ്ട്. ബ്രഹ്മചാരിക്കൂത്ത് അതൊക്കെ നടന്നു വരുന്നുണ്ട് അടിയന്തരമായിട്ട്. കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൽ ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ കൊട്ടിയൂർ മത്തവിലാസം കൂത്ത്, അങ്കുലിയാങ്കൂത്ത് തൃപ്പയാറും ഗുരുവായൂരൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ പറക്കും കൂത്ത്. ഇപ്പോൾ വടക്കേ മലബാറിൽ കൂത്തുപറമ്പ് എന്നുള്ള സ്ഥലം ഇപ്പോൾ രക്തസാക്ഷി മണ്ഡപവും വെടിവെപ്പ് കേന്ദ്രമൊക്കെ ആയിട്ട് രാഷ്ട്രീയക്കാർ പലരും പറയുന്നുണ്ടെങ്കിൽ അതല്ല സത്യത്തിൽ. ഏറ്റവും പ്രധാനമായിട്ടുള്ള കൂത്തുപറമ്പ് കുഞ്ചൻ നമ്പ്യാർ അവസാനം ചിലർ പിടിച്ചിട്ടുള്ള കൂത്ത് നടത്തിയ പറമ്പാണ് കൂത്തുപറമ്പ്. അത് സാംസ്കാരിക കേരളമൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. പല മീഡിയകളിലും നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇത്രയും വളരെ ഒരു ക്ഷേത്രകലയും അതേപോലെ ഇത്രയും പാരമ്പര്യം വളരെയധികം ഇത്ര നീണ്ട പാരമ്പര്യമുള്ള ഒരു കലയും നമുക്ക് ടി വിയിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരാൾ വന്ന് ഒരു ചാക്യാരുടെ വേഷം കെട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആഭാസത്തരം വിളിച്ചു പറയാം, അങ്ങനെയുള്ള ഒരു നിലയിലേക്കാണ്. അപ്പൊ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആഗ്രഹം, എനിക്ക് ഈ പുസ്തകങ്ങൾ കുറച്ചും കൂടി വിരചിക്കണമെന്ന് മോഹമുണ്ട്. അത് മേൽപ്പത്തൂരിന്റെ പ്രബന്ധങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 1ാം ഭാഗമായി 2, 3 ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് പ്രസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സാമ്പത്തികം കുറവ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പുസ്തകത്തിന് എനിക്ക് സാമ്പത്തികം വേണ്ട പോലെ ലഭിക്കുന്നുണ്ടായില്ല. എൻ്റെ കയ്യിൽ നിന്നുണ്ടായി. എങ്കിലും ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഓരോ സമയത്ത് ഓരോ നിയോഗം ഉണ്ടാവുമല്ലോ. ഞാനിപ്പോൾ എൻ്റെ ഇത്രയും കാലത്ത് മുമ്പൊക്കെ വൈരാഗ്യവും ദേഷ്യവും വാശിയൊക്കെ ഉള്ള ആളാണ്. ഇപ്പോഴും ഉണ്ടല്ല എന്നല്ല, പക്ഷേ പക്വതയും വന്നിട്ടൊന്നുമില്ലെങ്കിലും കാലത്തിന്റെ മാറ്റം കൊണ്ട് ഞാനും കുറച്ച് മാറിയേക്കുന്നു. എന്ന് വെച്ചാൽ ആരും കുറ്റപ്പെടുന്നു, നമ്മളെ കൊണ്ട് പറ്റാവുന്ന ക്ലേശന്തു ധീര മുഖതപ്രവൃത്തം ഭാവി പ്രിയാവാപ്തി രസാത്സഹന്തി എന്ന് പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട്. വരാനിരിക്കുന്ന ലക്ഷ്യം നിറവേറ്റാൻ ക്ലേശങ്ങൾ അനുഭവിച്ചാലേ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതൊക്കെ അവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള കഴിവും കൂടി ഇല്ല. അപ്പോൾ നമുക്ക് ക്ലേശിക്കണം, ക്ലേശിച്ചാലേ ആവുള്ളൂ എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ശ്രമിച്ചു നോക്കേണ്ടതെന്ന് മാത്രം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പ്രയത്നമാണ് നാളത്തെ ഒരു സന്തോഷം. പിന്നെ ശിഷ്യന്മാരൊക്കെ ഉണ്ട് കേരളത്തിലെ അത്യാവശ്യം മിഴാവ് ഉപയോഗിക്കുന്ന ശിഷ്യന്മാരൊക്കെ എൻ്റെ ആണെന്ന് എനിക്ക് അഭിമാനിക്കാം. അതായത് കലാമണ്ഡലം മുഖേന സൃഷ്ടിക്കാൻ സാധിച്ചു. അവരൊക്കെ പ്രഗത്ഭരായി വരുന്നുണ്ട്. വിദേശങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ആരും പരിപാടി ഇല്ലാതെ കണ്ട് വിഷമിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു സന്തോഷമുള്ള മിഴാവിന്. മൃദംഗം എന്നാണ് ഇതിൻ്റെ പേര്. അതിനെ പിന്നെ മിഴാവായി തീർന്നതാണ്. പണ്ട് കാലത്ത് മുഴക്കുന്ന എന്നുള്ള ഇപ്പോൾ വടക്കേ മലബാറിലെ പ്രദേശം അറിയപ്പെടുന്നുണ്ട്. അത് മിഴാക്കുന്നായിരുന്നു. അതിനു മുമ്പേ മൃദംഗശൈലമായിരുന്നു. അത്രയും ചരിത്ര പ്രാധാന്യമുള്ള മിഴാവ് വാദ്യം കൊണ്ട് തന്നെ പ്രസിദ്ധമായിട്ടുള്ള വാദ്യം, മിഴാവ് കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം കൂടിയാണ് അർത്ഥം. അപ്പോൾ ആ മിഴാവ് കൊണ്ട് മറ്റുള്ള ജാതിക്കാരൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് വരുമ്പോൾ എനിക്ക് സന്തോഷം തന്നെ.
എല്ലാവരും ഒരേ അഭിപ്രായമായിട്ട്. അതേപോലെ ഇപ്പൊ ഒരു സിനിമയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ സിനിമയിൽ ആദ്യം ഞാൻ കാഞ്ചന സീതയിലാണ് അരവിന്ദൻ സാറുള്ളപ്പോൾ പഴയ ഗ്രാമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനതിൽ എൻ്റെ കൈകൾ മാത്രം കാണാം. കാഞ്ചന സീത എനിക്ക് ആദ്യം ഒരു 100 റുപ്യ പണ്ടത്തെ കാലത്ത് അതെനിക്ക് സന്തോഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ പിന്നെ എലിപ്പത്തായം അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അതിൽ ഞാൻ എലിയൊക്കെ ഓടുന്ന ഭാഗത്തൊക്കെ കൊട്ടണ ഭാഗങ്ങളൊക്കെ മദ്രാസ് വെച്ച് കുറച്ച് ദിവസം മെനക്കെട്ട് അതൊക്കെ സാധിച്ചു. പിന്നെ ആദ്യമായിട്ട് അതിലും അവതരിപ്പിക്കാൻ സാധിച്ചു. പിന്നെ കഥകളിയിൽ ഞാൻ അതുപോലെ മിഴാവിൻ്റെ സാധ്യത എത്രത്തോണ്ടെന്ന് പരീക്ഷിക്കാൻ ഒരു അവസരം കിട്ടി എനിക്ക് ഇരിഞ്ഞാക്കുളം വെച്ചിട്ട്. ഈ 2 സിനിമയ്ക്ക് ശേഷം നോട്ടം പറഞ്ഞിട്ട് പരവൂർ ശശി സംവിധാനം ചെയ്തിട്ടുള്ള നെടുമുടി സാറ് ജഗദീഷ് അധികമൊക്കെ ഉള്ളപ്പോൾ ചാക്യാരുടെ വാസുദേവ ചാക്യാരുടെ കഥയാണ്. അതിലെനിക്ക് അവതരിപ്പിക്കാൻ നടനായിട്ട് അച്യുതൻ നമ്പ്യാർ എന്നുള്ള കഥാപാത്രമായിട്ട് എനിക്ക് അതിൽ കലാകാരനായിട്ട് തന്നെ. അതിനുശേഷമാണ് ഷാജിയും കരുൺ സാറ് എന്നെ ക്ഷണിച്ച് ഇപ്പോഴത്തെ സോപാനം സിനിമ, അത് ചെണ്ട കലാകാരൻ്റെ ഒരു ദുരന്ത കഥയായിട്ടാണ് അതിൽ ഇത്. അപ്പോൾ ജയറാമാണ് കഥാനായകൻ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടും. പിന്നെ ഞാൻ ചെണ്ട പഠിച്ചിരുന്നു കലാമണ്ഡലത്തിൽ, ചെണ്ടിയും ചുട്ടിയും ഞാൻ തിമിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെണ്ട പഠിച്ചത് സാർത്ഥകമായി തീർന്നതിൽ കുറച്ചും കൂടി സന്തോഷമുണ്ട്. ഈ സിനിമയിൽ, ഈ സോപാനത്തിൽ ഞാൻ തന്നെയാണ് പഞ്ചാരി മേളം അതിൽ നടുക്ക് നിന്നുകൊണ്ട് പ്രമാണത്തിൽ കൊട്ടണത്. അത് അങ്ങനെ അതിലും എനിക്ക് മുഖം കാണിക്കാനും പിന്നെ മോഹൻലാദ്യാവസാനം എനിക്ക് പ്രധാന കഥാപാത്രമായിട്ട് എനിക്ക് അദ്ദേഹം തന്നു. അത് ചെറിയ രാമാരാവ് എന്നുള്ള കഥാപാത്രമാണ്. ചെറിയ രാമാരാവൊക്കെ എത്രയോ യോഗ്യനായിട്ടുള്ളതാണ്. ശരീരം കൊണ്ടും മാനസികമായിട്ടും എനിക്ക് ഒരു കാലത്തും എടുക്കാൻ പറ്റില്ല, അത്ര കേമായിട്ടുള്ളതാണ് അദ്ദേഹം. പക്ഷേ എങ്കിലും എന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ചാരിതാർത്ഥ്യൻ്റെ കൃതാർത്ഥനാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നാട്ടിൻപുറം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈശ്വരൻ ഉണ്ണിയാശാനെ നമുക്ക് ലഭിച്ചതിലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വളരെ പ്രത്യേകമായി പറയാനുള്ളത്, കലാകാരന്മാർക്ക് പ്രായാധിക്യം കൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്നതല്ല. കാരണം അവരെന്നും കലയുടെ ഒരു സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർഗാത്മകതയുടെ ചിറകിലാണ്. അങ്ങനെയുള്ള കലാകാരന്മാർ ഇനിയും വളരട്ടെ. അതുപോലെ തന്നെ ഈശ്വരൻ ഉണ്ണിയാശാന് ഇനിയും കൂടുതൽ നന്മകളുണ്ടാവട്ടെ, കൂടുതൽ ഭാഗ്യങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.